രാജ്യസേവനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച വിജയേട്ടന്റെ വീട്ടിലാണ് ഞാനിപ്പോഴത്. വാടാനം കുരിശിൽ. വിജയേട്ടൻ മാത്രമല്ല, വിജയേട്ടന്റെ മോൻ വിനീതും രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതത്തിലാണുള്ളത്. നമ്മളിവിടെ വന്നിട്ടുള്ളത് വിജയേട്ടൻ നമ്മളെ കയ്യിൽ നിന്ന് ഒരു 3 കിലോ വാട്ടിന്റെ സോളാർ പ്ലാന്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള കാറ് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു EV കാറും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വിജയേട്ടനോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. വിജയേട്ടൻ നമ്മോട് കൂടെ ഉണ്ട്. എത്ര വർഷത്തേന്നു സേവനം? 19 വർഷം. 19 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്. ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം നമുക്ക് പറയാനുള്ളത്? മറക്കാൻ പറ്റുന്ന സർവീസ് ഇല്ലേ, ഒരുപാട് മറക്കാൻ പറ്റുന്ന അനുഭവങ്ങളുണ്ട്, ഒരുപാടുണ്ട്. സന്തോഷം തോന്നിയ നിമിഷം ഉണ്ടാവും, അതുണ്ട്. പിന്നെ ദുഃഖം തോന്നിയ നിമിഷം ഉണ്ടാവും, അതുണ്ട്. അത് സന്തോഷം, നമ്മള് ആർമി സർവീസ് പറഞ്ഞാൽ അതന്നെ സന്തോഷമാണ്, രാജ്യത്ത് സേവിക്കാൻ കിട്ടില്ലേ. അതെ, അതെ. പിന്നെ അതില് ജോലിപരമായിട്ടുള്ള ചില വിഷമങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ വിഷമമായി കാണാൻ പാടില്ല, അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അതിന് ബ്ലൂ സ്റ്റാർ ഓപ്ഷൻ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. ബ്ലൂ സ്റ്റാർ പഞ്ചാബില് ആ ടൈം പാകിസ്ഥാന്റെ അതിർത്തിനായിരുന്നു ഏറെക്കുറെ. അപ്പൊ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. പിന്നെ ബാക്കി സേവനം അങ്ങനെ കഴിഞ്ഞു പോയി. നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുപോകാനുള്ള കുറച്ച് അന്നത്തെ സാഹചര്യം പറ്റാത്ത കാരണം സർവീസ് നമുക്ക് പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് അതൊക്കെ വീട്ടിലെ പ്രശ്നങ്ങൾ കണ്ട് റിട്ടയർമെന്റ് ആയി നാട്ടിൽ വന്നു. എങ്ങനെ പിന്നെ നമ്മൾ അതേ ഫീൽഡിൽ തന്നെ രാജ്യത്ത് സേവിക്കാൻ വേണ്ടിയിട്ട് മോനെ കൂടെ പറഞ്ഞേക്കണം തോന്നിയത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മളിപ്പോ ഒരു സേവനം കഴിഞ്ഞ് ഞാൻ വരാൻ കാരണം എന്റേതായിട്ടുള്ള വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട്, അച്ഛനമ്മയെല്ലാം ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. അപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ നാട്ടിൽ വന്നേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നു. കാരണം ഞാൻ നാട്ടിൽ നിന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അന്ന് കുട്ടികളെല്ലാം ചെറുതായിരുന്നു. അപ്പോൾ അവരെ ഇതിനും വീടിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ സിംഗിൾ ഒരാളാവുകൊണ്ട് എനിക്ക് വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ സർവീസ് വിട്ട് വന്നപ്പോൾ എൻ്റെ മോനെ പഠിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നി ഇവനും വിട്ടാന്തോ കുഴപ്പം, പോയിട്ട് വരട്ടെ. എൻ്റെ ഹെൽത്ത് പരമായിട്ടോ എപ്പോഴും ഹെൽത്ത് പരമായിട്ടോ മറ്റുള്ള ചിന്താഗതിയിലൊന്നും നമ്മൾ, അതായത് ആർമി സർവീസ് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളൊന്ന് ഹെൽത്ത് മെയിൻ, നമ്മുടെ ഹെൽത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വേണ്ടാത്ത ചിന്തകളിൽ നിന്നെല്ലാം മാറി നമ്മളൊരു ഡിസിപ്ലിൻ ആയിരിക്കും. അപ്പൊ അത് അപ്പൊ അതുകൊണ്ട് മോനും ശരി അങ്ങനെ ആവട്ടെ എന്നൊരു തോന്നി. അപ്പൊ അവനോട് ചോദിച്ചപ്പോൾ അവൻ വില്ലിങ്, അങ്ങനെ അവനെ അയച്ചു. സർവീസ് കഴിഞ്ഞു. അവനും 17 വർഷം സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ റിട്ടയർമെന്റ് ആയിട്ട് ഇവിടെ നാട്ടിൽ ജോലി കിട്ടി, സുഖമായി ജീവിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ആർമിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് പേയ്മെന്റ് സോളാറുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് അദ്ദേഹം നമുക്ക് വേണ്ടി ഷെയർ ചെയ്യും. ഞാൻ ആദ്യമായിട്ട് സോളാർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടാറ്റ പല സോളാർ കമ്പനിക്കാരും എന്നെ ബന്ധപ്പെട്ടിരുന്നു. അതിനിടയിലാണ് പേയ്മെന്റ് ആയിട്ടും എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനെ പറ്റി അറിഞ്ഞപ്പോൾ കുറച്ച് നന്നായി തോന്നി. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും, എൻ്റെ കൂടെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ശരി നമുക്കിന്നൊന്ന് നോക്കാൻ പറഞ്ഞു. ആദ്യം 2 സോളാർ പ്ലാൻ ചെയ്തു. അങ്ങനെ 3ാമത് എൻ്റെ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മളൊരു 4-5 പേര് നമ്മുടേതായിട്ട് ഫ്രണ്ട്സുകളിൽ ഞങ്ങൾ ഒരു 4-5 പേയ്മെന്റ് കൊണ്ടാണ് ചെയ്യിച്ചത്. സോളാർ ചെയ്യിക്കൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു, ചെയ്യുന്നു, പോകുന്നത് എല്ലാ സോളാറുകളും ചെയ്യുന്നുണ്ട്. എല്ലാവരും മറ്റു ചെയ്യുന്നില്ല. ബാക്കിയുള്ളവരുടെ സർവീസ് എനിക്ക് എന്താ അറിയില്ല. പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഇന്നേ വരെ എൻ്റെ അടുത്ത് ഒരു 7 മാസം ആയി ഇപ്പം ഇതുവരെ ചെയ്തിട്ട്. ഈ 7 മാസത്തിനുള്ളിൽ ഇവരെ എക്സ്പീരിയൻസ്, അത് ഇവരെ നമ്മളെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്തോ അതിൻ്റെ എന്തെങ്കിലും സർവീസ്, ഇവരെ വളരെ നല്ല സർവീസ് എനിക്ക് തോന്നുന്നു. ഏത് സമയത്തും വിളിച്ചാലും അപ്പം അത് കോൾ അറ്റൻഡ് ചെയ്യും, അതിന് വേണ്ട നടപടിയെടുക്കും, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിക്കാനുള്ള സംശയങ്ങൾ തീർക്കും. ബാക്കി ഇന്ന് വരെ സർവീസിലും എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. അതിൽ ഞാൻ പേയ്മെന്റിന് ഏറ്റവും നല്ലൊരു സോളാർ കമ്പനി എന്നുള്ള എനിക്ക് ഒരു ബോധ്യം വന്നാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞു ഇതിങ്ങനെയാണ്, നമുക്കൊരു വിശ്വാസം. അപ്പൊ പലരുമായി കമ്പയർ ചെയ്യുമ്പോൾ പലരും പലതിനെ പറ്റി പറയും. എനിക്ക് പേയ്മെന്റിനെ പറ്റി പറയാനുള്ളത് ഒരു എക്സലന്റ് സർവീസ്. അതാണ് ഞാനിപ്പോൾ ഈ പേയ്മെന്റിനെ പറ്റി കൂടുതലും പേയ്മെന്റ് ഇഷ്ടപ്പെടാനും പേയ്മെന്റിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാനും കാരണം അതാണ്. അവരുടെ സർവീസ് വളരെ എക്സലന്റ് ആണ്. വിജയേട്ടൻ്റെ വീട്ടിലെ സോളാർ പാനലാണ് ഈ കാണുന്നത്. വളരെ ഈസി ആയിട്ട് ആർക്കും വന്നിട്ട് ഈ പാനൽ ഈസി ആയിട്ട് കഴുകാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Bayman, making it easy.